PM ശ്രീയിൽ BJP CPM അന്തർധാരയാണ് പുറത്തുവന്നതെന്ന് കോൺഗ്രസ്. കേന്ദ്രമന്ത്രിയുടെ വാക്കുകളിൽ നിന്ന് ഇക്കാര്യം വ്യക്തമായെന്നും KC വേണുഗോപാൽ പറഞ്ഞു. CPI ഇക്കാര്യം CPMനോട് ചോദിക്കണമെന്നും KC വേണുഗോപാൽ ആവശ്യപ്പെട്ടു. ബ്രിട്ടാസിന്റെ വാദം മറിച്ചാണെങ്കിൽ കേന്ദ്രമന്ത്രി ഇക്കാര്യത്തിൽ വ്യക്തത വരുത്തണമെന്ന് ജബി മേത്തർ MP പറഞ്ഞു. എനിക്ക് ബിനോയ് വിഷയത്തോടാണ് ചോദ്യം ചോദിക്കാനുള്ളത്. ഈ PM3 കാര്യത്തിൽ രാജ്യസഭയിൽ നിന്ന് ധർമ്മേന്ദ്ര പ്രധാൻ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഇതിനെല്ലാം ഇടനിലക്കാരനായി നിന്നത്, ഞങ്ങളെ സഹായിച്ചത് CPMന്റെ ഒരു MP ആണെന്നാണ്. നമ്മുടെ നാട്ടിൽ സംഘപരിവാറിന്റെ അജണ്ട നടപ്പിലാക്കാൻ വേണ്ടിയുള്ള വിദ്യാഭ്യാസത്തിന് വേണ്ടി കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും തമ്മിൽ അഗ്രിമെന്റ് വെച്ചതിന് PM3യിൽ ഒപ്പുവെച്ചത് ഇന്ന് മന്ത്രി നേരിട്ട് പറഞ്ഞാണ്. ഇതിനെല്ലാം സഹായം ചെയ്ത് കേരള ഗവൺമെന്റ് ഒപ്പിട്ടത് CPMന്റെ ഒരു രാജ്യസഭാ MP ആണെന്നാണ്. ഈ CPI ചോദിക്കണ്ടേ? അവരാണല്ലോ ഈ വിഷയം ഉന്നയിച്ച് ക്യാബിനറ്റ് അറിയാതെയാണല്ലോ ഒപ്പുവെച്ചത്. എന്താണ് PM3 വിഷയത്തിൽ ധർമ്മേന്ദ്ര പ്രധാന്റെ പ്രസ്താവനയെക്കുറിച്ച് CPIയുടെ അഭിപ്രായം? ഈ വിഷയത്തിൽ ധർമ്മേന്ദ്ര പ്രധാൻ പറഞ്ഞത് അല്ലെങ്കിൽ ധർമ്മേന്ദ്ര പ്രധാൻ അത് തെറ്റാണെന്നുള്ളത് ഇനി പറയേണ്ട വരും. അങ്ങനെ ചെയ്തിട്ടില്ല എങ്കിൽ ഇത് വളരെ ക്ലിയറായി പറഞ്ഞ് കഴിഞ്ഞ ഒരു കാര്യമാണ്. നമുക്കറിയേണ്ടത് ഈ BJP CPM അന്തർധാര എന്ന് പറയുന്നത് PM3 ഒപ്പിടുന്നതിൽ മാത്രമാണോ? സജു തോമസ് ചേരുന്നു. സജു, കേന്ദ്രമന്ത്രി പറഞ്ഞതിലും MP ബ്രിട്ടാസ് പറഞ്ഞതിലും കോൺഗ്രസിന് വ്യക്തത കുറവുണ്ടോ? എങ്ങനെയാണ് വിഷയം ആയുധമാക്കാൻ കോൺഗ്രസ് നീക്കം? ധന്യ, ഇതിൽ വ്യക്തത വരുത്തേണ്ടത് ജോൺ ബ്രിട്ടാസ് MP തന്നെയാണ്. കാര്യം അദ്ദേഹം ആദ്യം പറഞ്ഞത് ഇതുമായി ബന്ധപ്പെട്ട യാതൊരു ഇടപെടലും നടത്തിയിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. പ്രത്യേകിച്ച് ബീഹാർ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള സമയത്തായിരുന്നു PM3യുമായി ബന്ധപ്പെട്ട് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ ബീഹാറിൽ വെച്ച് മലയാളി മാധ്യമ പ്രവർത്തകർക്ക് ഒരു ബൈറ്റ് നൽകുകയും അതിൽ കൃത്യമായി പറഞ്ഞിരുന്നു. അതായത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് PM3യുമായി ബന്ധപ്പെട്ട് ജോൺ ബ്രിട്ടാസ് MP തന്നെ സുഹൃത്തായ ജോൺ ബ്രിട്ടാസ് MP തന്നെ കാണാൻ വന്നത് എന്നുള്ള ആ കാര്യങ്ങളൊക്കെ അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു. അതിന് പിന്നാലെ ഇന്നിപ്പോൾ രാജ്യസഭയിൽ നൽകിയ മറുപടിയാണ് അദ്ദേഹം കൃത്യമായിട്ട് ഈ കാര്യം എടുത്തു പറയുന്നത്. PM3യിൽ കേന്ദ്രവും സംസ്ഥാനവും തമ്മിലുള്ള പാലമായി നിലനിന്നത് അല്ലെങ്കിൽ മധ്യസ്ഥത വഹിച്ചത് ജോൺ ബ്രിട്ടാസ് MP ആണ്. അദ്ദേഹത്തിന് നന്ദി പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ മറുപടി അദ്ദേഹം വ്യക്തമാക്കിയത്. പ്രത്യേകിച്ച് SSA പദ്ധതിയുമായി ബന്ധപ്പെട്ട് എത്ര രൂപയാണ് ഏതൊക്കെ സംസ്ഥാനങ്ങൾക്കാണ് ഇനിയിപ്പോൾ നൽകാനുള്ളത് എന്നുള്ള ചോദ്യത്തിനുള്ള മറുപടി പറയുമ്പോഴായിരുന്നു ഈ കാര്യം അദ്ദേഹം വ്യക്തമാക്കിയത്. പ്രത്യേകിച്ച് PM3 പദ്ധതിയിൽ സംസ്ഥാനം ആദ്യഘട്ടത്തിൽ അല്ലെങ്കിൽ ആദ്യം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സംസ്ഥാനം മുൻപോട്ട് പോകാൻ തയ്യാറെടുത്ത് അവർ ഒപ്പിട്ടു. പിന്നീട് ഈ സംസ്ഥാനത്തിലുണ്ടായ പ്രശ്നമാണ് PM3 പദ്ധതിയിൽ നിന്ന് കേരളം പിന്നോട്ട് പോകാൻ കാരണമായത്. അതിൽ ജനങ്ങളെ കുറ്റം പറയരുത് എന്നുള്ള ഒരു നിർദ്ദേശം കൂടി അദ്ദേഹം മുൻപോട്ട് വെച്ചിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ PM3 പദ്ധതിയുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാരിനും സംസ്ഥാനത്തിനും ഇടയിൽ ഒരു പാലമായി പ്രവർത്തിച്ചത് ജോൺ ബ്രിട്ടാസ് MP ആണെന്ന് ഇപ്പോൾ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ തന്നെ പറഞ്ഞു വയ്ക്കണം. പക്ഷേ ജോൺ ബ്രിട്ടാസ് MP ഇത് നിഷേധിക്കുകയാണ്. പ്രത്യേകിച്ച് അദ്ദേഹത്തിന് ഇതിൽ ഒരു മറുവാദം ഉണ്ടായിരുന്നെങ്കിൽ കൃത്യമായി തന്നെ സഭയിൽ അദ്ദേഹം അത് വ്യക്തമാക്കണമായിരുന്നു. പക്ഷേ അദ്ദേഹം സഭയിലല്ല ഈ കാര്യം പറഞ്ഞിരിക്കുന്നത്, സഭയ്ക്ക് പുറത്താണ് പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞ വാക്കുകൾ നിങ്ങൾ മാധ്യമ പ്രവർത്തകർ വളച്ചൊടിക്കരുതെന്നും അദ്ദേഹം അതായത് ഈ മന്ത്രിയുമായിട്ട് കൂടിക്കാഴ്ച നടത്തിയിരിക്കുന്നത് ആദ്യഘട്ടത്തിലാണ്. PM3യുടെ ആദ്യഘട്ടത്തിൽ മന്ത്രി V ശിവൻകുട്ടിയോടൊപ്പം ചേർന്നാണ് അദ്ദേഹത്തിന്റെ ഓഫീസിലേക്ക് പോവുകയും കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയെ കാണുകയും ചെയ്തത്. പക്ഷേ അതുമായി ബന്ധപ്പെട്ട് ഇതിനെ താരതമ്യപ്പെടുത്തതല്ല, താൻ ഇതിന് പാലമായി നിന്നിട്ടില്ല എന്നുള്ളതാണ് അദ്ദേഹം വീണ്ടും രണ്ടാമത് മാധ്യമ പ്രവർത്തകരോട് വിശദീകരിച്ചത്. പക്ഷേ ഇതിൽ ഒരു വ്യക്തത വരുത്തേണ്ടത് ജോൺ ബ്രിട്ടാസ് MP തന്നെയാണ്. PM3യുമായി ബന്ധപ്പെട്ട് പാലമായി നിലനിന്നത് ജോൺ ബ്രിട്ടാസ് MP ആണെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി സമ്മതിക്കുമ്പോൾ അതിൽ കൃത്യമായി ഉത്തരം പറയേണ്ടത് ജോൺ ബ്രിട്ടാസ് MP തന്നെയാണ്. ശരി സജു.